Hey guys, welcome back to my channel. So this is my second video on this channel. അപ്പോൾ ഇതെന്ന് പറയുന്നത് കറക്റ്റ്ലി ഒരു ടൈം മൈ ലൈഫാണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയും എൻ്റെ ഫസ്റ്റ് ചാനലിൽ ഞാനിടുന്ന വീഡിയോസും എല്ലാം ഒരു ദിവസത്തെ മാത്രം ക്ലിപ്പായിട്ട് ഞാൻ ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയിലേ ഇല്ല. സോ ഇത് എന്ന് പറയുന്നത് ഒറ്റൊരു ദിവസത്തെ വ്ളോഗാണ് കറക്റ്റ്ലി. അപ്പോൾ ഈ ദിവസം ഞാൻ മെയിൻലി ക്ലാസ്സാണ് ചെയ്തത്. ക്ലാസ് കണ്ട് അതിൻ്റെ നോട്ട് ചെയ്തു. അതാണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അപ്പോൾ രാവിലെ കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫ്രഷായി ഫേസൊക്കെ ഒന്ന് കഴുകി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ പഠിക്കാനിരിക്കുമെന്ന് വിചാരിച്ചു. ബിക്കോസ് ഹിന്ദി എനിക്ക് ടഫാണ്. നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഹിന്ദിയാണ്. സോ ഹിന്ദി എനിക്ക് കുറച്ച് ടഫ് തന്നെയാണ്. എനിക്ക് എങ്ങനെയാണ് പറയുക, മാർക്ക് കിട്ടുന്നത് ജസ്റ്റ് മിസ്സാണ്. 32ലാണ് നിൽക്കുക. അപ്പോൾ ഞാൻ എനിക്ക് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ 2 ചാപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ലാസ്റ്റ് യൂണിറ്റിലെ 2 ചാപ്റ്റേഴ്സ് എനിക്ക് തീരെ അറിയില്ലായിരുന്നു. അപ്പോൾ ഈ ദിവസം ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്തത് അത് തന്നെയാണ്. ബിക്കോസ് അതിൻ്റെ ക്ലാസ് കണ്ടു, പിന്നെ അതിനെപ്പറ്റി എങ്ങനെയെങ്കിലും ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു. നോട്ട്സൊക്കെ എഴുതി, ബട്ട് പഠിച്ചിട്ടില്ല. ഫുൾ ആ ചാപ്റ്റേഴ്സെല്ലാം സ്പീഡിലെടുത്ത് പോവാണ് ചെയ്തത്. ബിക്കോസ് അതങ്ങനെ ലോങ് ചാപ്റ്റേഴ്സ് ആണല്ലോ ലാസ്റ്റത്തെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സ്പീഡിലെടുത്ത് പോവാണ് ചെയ്തത്. അതുകൊണ്ട് ഒന്നും മനസ്സിലായിട്ടുമില്ല മറ്റേക്ക്. സോ അതുകൊണ്ട് തന്നെ ക്ലാസ്സാണ് ഇങ്ങനെ കോൺസെപ്റ്റ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു സബ്സ്ക്രൈബർ പേര് വിളിക്കുമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുടെ പേര് ഇവാന എന്നാണെന്ന് തോന്നുന്നത്. അത് തന്നെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയില്ല. എനിവേയ്സ് ആൾക്കൊരു ഹായ്. ക്ലാസ്സൊക്കെ കണ്ടതിന് ശേഷം നേരെ ഇപ്പോൾ ഒരു ഫുഡ് കഴിച്ചു. ബിക്കോസ് ഫുഡ് കഴിക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സെല്ലാം എങ്ങനെയോ കണ്ട് തീർക്കുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഇങ്ങനത്തെ വീഡിയോസോ വേണ്ടതെന്ന് വെച്ചാൽ എന്നാലും കമൻറ്റ് ചെയ്യുക. ഞാൻ ട്രൈ ചെയ്യും. ഞാൻ ഇത് സത്യം പറഞ്ഞാൽ ഞാൻ എക്സാമിൻ്റെ എന്ന് വെച്ചാൽ ഹിന്ദി എക്സാമിൻ്റെ ഇടയ്ക്ക് തന്നെ ഇടണം എന്ന് വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്ത് വെച്ചത്. ബട്ട് എനിക്ക് വോയിസ് ഓവർ കൊടുത്ത് എടുക്കാൻ പറ്റിയില്ല. സോ അതാണ് ഇത്ര ലാഗായത്. സോറി ഫോർ ദാറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും തിന്നാൻ തോന്നുമല്ലോ എന്തായാലും പഠിക്കുമ്പോൾ. സോ എൻ്റെ അമ്മ ചായയും കുറച്ച് ബേക്കറിയും തന്നു. അപ്പോൾ ഞാനതൊക്കെ കഴിച്ച് ക്ലാസ്സൊക്കെ കണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ക്ലിപ്പ് എടുക്കുന്ന ഈ ഒരു മൊമെൻറ്റിൽ വരെ എനിക്ക് പഠിക്കാൻ അത്ര പേടി തോന്നിയിട്ടില്ല. ബിക്കോസ് ഹിന്ദി എനിക്ക് ടഫാണ് അത്യാവശ്യം. എന്നാലും നമുക്കങ്ങനെ പേടി തോന്നില്ല. ഇത് ഞായറാഴ്ചത്തെ വ്ളോഗായിരുന്നു. ഞായറാഴ്ച എടുത്തത് ഞായറാഴ്ചയായിരുന്നു. സോ തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച നമ്മളെ പരീക്ഷയാണ്. സോ എങ്ങനെയും പഠിച്ചു തീർക്കണമെന്നുണ്ടായിരുന്നു, ബട്ട് ഒന്നും പറ്റിയില്ല. ബട്ട് ഹിന്ദി എക്സാം അത്ര കുഴപ്പമില്ലായിരുന്നു. പഠിച്ചതൊക്കെ അത്യാവശ്യം വന്നിട്ടുണ്ട്. ബട്ട് എത്ര നോക്കിയാലും
ആ ടഫൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു ആവറേജ് എക്സാം ആയിരുന്നു എനിക്ക്. അതൊക്കെ കഴിഞ്ഞ് 2-3 മണിക്കൂർ ക്ലാസ് കണ്ട് പഠിച്ചതിന് ശേഷം നമ്മൾ നേരെ ഒരു ബ്രേക്ക് എടുത്തു. പിന്നെ കയറി നമ്മൾ 7 മണിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഡെസ്കെല്ലാം ഒന്ന് ഓർഗനൈസ് ആക്കി നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് ഫ്രിഡ്ജിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് ഡയറി മിൽക്ക് എടുത്തു. എനിക്കിങ്ങനെ എക്സാമിൻ്റെ ടൈമിലാകുമ്പോൾ ചോക്ലേറ്റിനോടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതങ്ങനെയാണ് എല്ലാവർക്കും, പലർക്കും ഞാൻ കേട്ടിട്ടുണ്ട് ഫുഡിൻ്റോട് ഭയങ്കരമായിരിക്കും. എക്സാമിൻ്റെ ടൈമിൽ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെയാണ്. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടി വി കാണാൻ പോയി. ടി വി കണ്ടിട്ട് ഞാൻ കുറേ നേരം എന്നാ കാണേണ്ടതെന്ന് വെച്ച് നോക്കി. ലാസ്റ്റ് ഞാൻ ലേറ്റസ്റ്റ് ഇട്ട വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി. ഇനിയിപ്പം കാണുന്ന ഈ ക്ലിപ്പ് എന്ന് വെച്ചാൽ നൈറ്റിലാണ്. ബിക്കോസ് ഞാൻ നൈറ്റ് പഠിക്കുന്ന എടുത്തിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒരു 10 മണി അങ്ങനെ ആകുമ്പോൾ കുറച്ചൊരു പാട്ട് അന്വേഷിച്ചു. അങ്ങനെ എൻ്റെ കുറച്ച് ഫേവറേറ്റ് പാട്ടുകളുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര റിലാക്സാണ്. റിയലി സോറി, ഞാനിപ്പോൾ വോയിസ് ഓവർ വെക്കും, ബാക്കിൽ നല്ല നോയ്സ് ഉണ്ട്. പക്ഷേ അതിപ്പോൾ കാര്യമാക്കണ്ട, ഇനി ഈ വീഡിയോ ലാഗാക്കാൻ കഴിയില്ല. ഇപ്പം ഞാൻ ഈ കാണിച്ച 2 പാട്ടും എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ലിസ്റ്റിലെ കുറച്ച് പാട്ടാണ്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞ് നമ്മളിതിനെ കുറച്ച് നേരം ക്ലാസ് കണ്ട് നോട്ട്സൊക്കെ എഴുതിയെടുത്തു. നമ്മൾ ഈ എക്സൈലത്തിൻ്റെ 4th 5th യൂണിറ്റ്സിൻ്റെ ലൈവ് ഉണ്ടായിരുന്നല്ലോ, അതായിരുന്നു ഞാൻ കണ്ടത്. അങ്ങനെ നോട്ട്സൊക്കെ കുറേ എഴുതി മനസ്സിലാക്കിക്കൊണ്ട് എഴുതുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങനെ എഴുതി ഒരു കഴിവായി. ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ ലോങ് വീഡിയോ വേണമെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ എൻ്റെ കറൻറ്റ് സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് 63 ആണ്. അപ്പോൾ അതെങ്ങനെയെങ്കിലും ഒന്ന് ഗ്രോത്ത് ചെയ്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മന്ത് എൻഡ് ആകുന്നപ്പോഴത്തേക്കും 100 അടിക്കണം എന്നുണ്ട്. ബട്ട് എനിക്കിപ്പോൾ തോന്നില്ല. സോ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ കാണിക്കുന്ന നോട്ട്സ് എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് എഴുതിയ നോട്ട്സാണ് മൊത്തം. ഞാനിങ്ങനെ ബ്ലാക്ക് മഷി കൊണ്ട് എഴുതിയിട്ട് അതിന് മുകളിൽ റെഡ് കൊണ്ട് മലയാളം എഴുതി വെക്കും. അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ഞാൻ കീ പോയിൻറ്റ്സ് ഇങ്ങനെ എഴുതിയിട്ട് അത് പഠിക്കുകയാണ് ചെയ്തത്, ആ പാഠം മനസ്സിലാക്കാനായിട്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇനി എങ്ങനത്തെ സ്റ്റഡി റിലേറ്റഡ് വീഡിയോസാണ് വേണ്ടതെന്ന്. അപ്പോൾ ഷുവറായിട്ട് ഞാനത് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.